Bismillahirrahmanirrahim. Alhamdulillah. Assalatu wassalamu ala ashrafil mahlukin wa ala alihi wa sahbihi ajmain amma ba'd. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട മുത്താലിം സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, നാട്ടുകാരെ, ഈ റബീന്റെ പ്രൗഢോജ്വലമായ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി അറിവിന്റെ മഹാത്മ്യം എന്ന വിഷയത്തെ സംബന്ധിച്ച് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതികളും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ വഫീ കുല്ലി മഖാം. ഭൂമോലോക സൃഷ്ടികളിലെ ഉന്നതനാണ് മനുഷ്യർ. ഭൂമിയിലെ ചേതന അചേതന വസ്തുക്കളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമാകുന്നത് അവന്റെ അറിവും വിവേകവും കൊണ്ടാണ്. ജീവിതത്തിൽ ചിട്ടപ്പെടുത്താനും ജീവിത ലക്ഷ്യങ്ങൾ തേടിപ്പിടിക്കാനുമുള്ള ഒരു പ്രധാന ആയുധമായിട്ടാണ് അറിവ് വർദ്ധിക്കുന്നത്. നീ ഒരു ഭാഷ പഠിച്ചാൽ നിനക്ക് ഒരു ചിറകും മുളച്ചു, നീ രണ്ട് ഭാഷ പഠിച്ചാൽ നിനക്ക് രണ്ട് ചിറകും മുളച്ചു എന്ന പ്രശസ്തമായ നോവലിസ്റ്റ് ഷേക്സ്പിയറിന്റെ വാക്കുകൾ എത്ര പ്രസിദ്ധമാണ്. കൂടുതൽ അറിവ് തേടുന്നതിലൂടെ മനുഷ്യൻ തന്റെ ലക്ഷ്യത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ലോകത്ത് ഉത്ഭവിച്ചിട്ടുള്ള എല്ലാ മതങ്ങളും അറിവിന്റെ പ്രതീകം പ്രാധാന്യം കൽപ്പിച്ചതായി നമുക്ക് വീക്ഷിക്കാൻ സാധിക്കും. അറിവിന് അതിൻ്റെതായ മഹത്വങ്ങൾ നൽകുന്ന മതമാണ് ഇസ്ലാം. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ എന്ന പ്രശസ്തമായ ചോദ്യം ലോക ജനതയിലേക്ക് തൊടുത്തു വിട്ടുകൊണ്ട് ഖുർആൻ അറിവുള്ളവനെ സ്ഥാനം കീർത്തിപ്പിടിക്കുന്നു. മുന്നോട്ടുള്ള ഗമനത്തിൽ അപജയം സംഭവിച്ചിട്ടുള്ള ഏതൊരു രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും അവസാനം പരിശോധിച്ചാൽ അറിവുള്ളവന്റെ അഭാവമായിരിക്കും അതിന് ഹീതുമായി നമുക്ക് ലഭിക്കുക. ചൈനക്ക് സംഭവിച്ചിട്ടുള്ളത് അതാണല്ലോ. വിദ്യ മനുഷ്യന്റെ കളഞ്ഞു പോയ സ്വത്താണ്, അത് എവിടെ കണ്ടാലും പെറുക്കിയെടുക്കുക എന്ന മനുഷ്യന്റെ അമൂല്യമായ സ്വത്തിനോട് ഉപമിച്ചു കൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് അറിവിന്റെ മഹാത്മ്യത്തെ സൂചിപ്പിക്കുന്നു. മുത്തുനബിയുടെ കാലത്തുണ്ടായിരുന്ന രണ്ട് സഹോദരന്മാർ, അതിൽ ഒരാൾ ഇൽമു തേടുന്നവനും മറ്റൊരാൾ കുടുംബത്തിന് വേണ്ടി വരുമാനം നടത്തുന്നവനുമായിരുന്നു. ഇദ്ദേഹം ഇൽമു തേടുന്ന സഹോദരനെ പറ്റി പരാതി പറഞ്ഞ സമയത്ത് അവനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ജോലിയിൽ ബർക്കത്ത് ലഭിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് അറിവിന്റെ മഹാത്മ്യത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നു. വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്ന ആപ്തവാക്യം കണ്ടുപിടിക്കുന്നതിന് എത്രയോ മുമ്പുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസ്താവനകൾ തീർത്തും പ്രശംസനീയമാണ്. പക്ഷേ വർത്തമാന കാലത്ത് വിജ്ഞാന കേന്ദ്രങ്ങളിൽ നിന്നും അസംസ്കരിക്കുന്ന വർത്തമാനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ഈ വാക്കുകൾ ഇതിന് പ്രയോജനമാവട്ടെ പറഞ്ഞുകൊണ്ട് എന്റെ ചെറിയ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്നു. വാർദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.